പക്ഷെ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള സ്പേസുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ഒരു നടിയെ ജനങ്ങൾ അറിയുള്ളൂ. അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ഒരു പക്ഷേ എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര ഗംഭീരമായുള്ള കഥാപാത്രങ്ങളും ഉടനീളം നായികയായിട്ടും ഞാൻ ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഏജിൽ എനിക്ക് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ വന്നില്ല. ഒരു ഒരു ആസ് എ ലേഡി ഹീറോയിൻസ് എപ്പോഴും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കപ്പെടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. ജെൻസിന് അങ്ങനെയല്ല. അവര് എപ്പോഴും ഒരു ഡോമിനേറ്റിംഗ് ലെവലിലാണ്. അവർക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങള് ഒരു നായക പരിവേഷമുള്ള കഥാപാത്രങ്ങളൊക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഡൗൺ ആയി പോകുന്നു. ഒരുപക്ഷെ അത്തരം ഉപകഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് സിനിമകളിൽ നിൽക്കാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നായികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാനൊരു നായിക കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അല്ലേ ഞാൻ ഇരിക്കുള്ളൂ. പെട്ടെന്ന് ഒരു നായികയുടെ കുറെ കഥാപാത്രങ്ങൾ ചെയ്തു വന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സബ് ക്യാരക്ടറിലേക്ക് ഒതുങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.